ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ രസകരമായ ഒരു യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിയമപരമായ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ, വട്ടവടയിലുള്ള വിശേഷങ്ങൾ, മൂന്നാർ വട്ടവടയിലുള്ള പച്ചക്കറിത്തോട്ടങ്ങളും കാടും മലയും താണ്ടി ഒറിയൻ ഓർക്കാഡ് എന്ന ആ വട്ടവടയിലുള്ള പഴന്തോട്ടത്തുള്ള ഒരു മനോഹരമായ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഈ യാത്ര എന്നെ വളരെയധികം ഈ റിസോർട്ടിലെ യാത്രയും അവിടുത്തെ ഗ്രാമവും സന്ദർശിച്ചതിന് എനിക്ക് വളരെയധികം എൻ്റെ കുടുംബത്തിനും വളരെയധികം സന്തോഷം തോന്നിയ ഒരു റിസോർട്ടിലെ ഒരു ദിവസത്തെ ജീവിതമാണ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് വട്ടവട എന്ന ഈ ഗ്രാമം. ചുറ്റും അവിടെ പ്രധാനമായിട്ടും കൃഷി പച്ചക്കറിയാണ്. സ്ട്രോബെറി, മൾബറി മുതലായ പച്ചക്കറികളും മറ്റുമാണ് അവിടുത്തെ കൃഷി. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ കാണുന്ന ഈ കവാടത്തിലൂടെ പാമ്പാടും ഷോലയിലേക്കുള്ള ഈ കവാടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ വട്ടവട ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയായി. ഇവിടെ നമ്മൾ ചെറിയൊരു ടോള് ചെക്ക് പോസ്റ്റിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് വട്ടവട ഗ്രാമത്തിലേക്കാണ്. വട്ടവട എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ്. വളരെ ഭംഗിയാണ്. ഇത്രയും ഭംഗി ഞാൻ ഇതുവരെയും ആസ്വദിച്ചിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു ഗ്രാമമാണ്. ചുറ്റും മലകളാൽ നിരന്ന് കിടക്കുന്ന വട്ടവട ടൗണിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പഴന്തോട്ടം എന്നുള്ള ഒരു പ്രദേശമാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒറിയൻ ഓർക്കാഡ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് ഏകദേശം 2000 അടി ഉയരത്തിലേക്കുള്ള ഒരു യാത്രയാണ് പഴന്തോട്ടത്തിലേക്കുള്ള യാത്ര, ഈ റിസോർട്ടിലേക്കുള്ള യാത്ര. ഏറ്റവും മുകളിലത്തെ മലയുടെ ഏറ്റവും ഉച്ചിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മറ്റ് മലമ്പ്രദേശങ്ങളും അവിടുത്തെ ഗ്രാമീണ ജീവിതവും ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല കൊടും മഞ്ഞായിരുന്നു. മഞ്ഞത്ത് കോടമഞ്ഞ് ഇറങ്ങുന്ന സമയം കൂടി ആയതുകൊണ്ട് വളരെയധികം ഈ യാത്ര ഞാൻ ആസ്വദിക്കുകയുണ്ടായി. എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ ആസ്വദിക്കുകയുണ്ടായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങുകയും ഒരു 3 മണിയോടുകൂടി പഴന്തോട്ടത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഒറിയൻ ഓർക്കാഡ് എന്ന ഈ റിസോർട്ടിൽ എത്തി. ഇതാണ് ഓർക്കാഡ് റിസോർട്ടിൻ്റെ മനോഹരമായ മുൻഭാഗം. ഗേറ്റും കമാനങ്ങളും ഇതെല്ലാം ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇതിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മനോഹരമായ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മരങ്ങളും ആ ലോണും അതെല്ലാം നമുക്ക് വളരെയധികം ഹരം തരുന്ന ഒരു അനുഭൂതിയായിരുന്നു. ഒറിയോൺ ഫാർമേഴ്സ് സൊസൈറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റും ഒരു പുൽമൈതാനമാണ്. ഈ പുൽമൈതാനത്തിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, മരങ്ങളെല്ലാം എത്ര ഭംഗിയാണ്. കാര്യം കോട കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന മരങ്ങളും. അതിന് താഴെയായിട്ട് നമ്മൾ മൈതാനത്തെ ഒരു വശത്താണ് പാർക്കിങ്. അവിടെ നിന്ന് കാണുന്നത് അവിടുത്തെ കിച്ചണും മറ്റും പ്രദേശങ്ങളൊക്കെയാണ്. ഈ ഒരു മൈതാനം, പുൽമൈതാനം എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് കാര്യം ഈ മൈതാനത്തു നിന്നുള്ള ചുറ്റുഭാഗങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയും. കോട കൊണ്ട് പൊതിഞ്ഞതുകൊണ്ട് നമ്മൾ താഴത്തെ ഗ്രാമഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കോട മാറുന്ന ടൈമിൽ നമുക്ക് അവിടുത്തെ ഈ താഴത്ത് അവിടെ ഇരിക്കാനുള്ള സീറ്റുകളും മറ്റും അവർ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വട്ടവട ഗ്രാമം നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഒരു ത്രില്ല്. കാര്യം ആ താഴെ നിന്ന് ഒരു 2000 അടി താഴേക്കാണ്
ഈ മലയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടുത്തെ ഗ്രാമങ്ങളും മറ്റുമെല്ലാം. ഈ പുൽമൈതാനം ശരിക്കും വളരെയധികം ത്രില്ലടിപ്പിക്കുന്നതാണ്. കാരണം അവരുടെ ഒരു ഡൈനിങ് എല്ലാം ഈ മൈതാനത്ത് വെച്ചാണ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കുന്നത്. പക്ഷേ അതൊന്നും നമുക്കൊരു നല്ലൊരു ഫീലാണ് തരുന്നത്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. നമ്മളുടെ കോട്ടേജസ് സ്ഥിതി ചെയ്യുന്നത് കുറച്ച് താഴത്തേക്ക്, അത് കുറച്ച് നടക്കാറുണ്ട്. കുറച്ച് പടവുകളൊക്കെ അവർ ഭംഗിയായിട്ട് കൽപ്പടവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെയധികം രസിപ്പിക്കുന്ന ഒരു കൽപ്പടവുകളും മറ്റുള്ള നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. നമ്മളതിലൂടെ ഇറങ്ങി ആ ലോണിന് താഴെയുള്ള സൈഡിലുള്ള കൽപ്പടകളിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. മരങ്ങളും പൈൻ മരങ്ങൾക്കിടയിലാണ് അവർ ഈ കോട്ടേജസ് നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്നത് ഞാൻ പറഞ്ഞു, ഈ റിസോർട്ടിന് ചുറ്റും വട്ടവട ഗ്രാമങ്ങളാണ്. നമുക്ക് 2000 അടി താഴത്തുള്ള വട്ടവട ഗ്രാമങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ പൈൻ മരങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൂമിലെത്തിക്കുക. ഈ കോട്ടേജെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഓരത്താണ്, മലയോരത്താണ് ഈ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ നോക്കാം വട്ടവട ഗ്രാമം. ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് താഴത്തേക്ക് ഉള്ള ഞാൻ കാണിച്ചു തരാം. അത് മഞ്ഞ് മാറുമ്പോൾ നമുക്ക് ഈ വട്ടവട ഗ്രാമം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് മൊത്തം കാണാൻ പറ്റും. അത് വളരെയധികം മനോഹരമാണ്. കാര്യം ഇങ്ങനെ അടുക്കടുക്കായിട്ട് പച്ച പുൽമൈതാനികൾ ചെത്തിവെച്ച പോലെ പച്ചക്കറിത്തോട്ടങ്ങളും മറ്റും ഈ അവിടുത്തെ ഗ്രാമവാസികളുടെ കൊച്ചു കുടിലുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞ കോട്ടേജസിലേക്കാണ് ഉള്ള വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കോട്ടേജസിൽ നമ്മൾ എത്തി. കാരണം ഈ ആദ്യത്തെ കോട്ടേജാണ് നമുക്ക് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കോട്ടേജസുകളിൽ പല പേരുകളിലാണ്. പൊട്ടാറ്റോ, ബീറ്റ്റൂട്ട്, പച്ചക്കറികളുടെ പേരാണ്, സ്ട്രോബെറി, അങ്ങനെ കാബേജ്, ഇങ്ങനെ ഓരോരോ പേരുകളിലാണ് ഈ കോട്ടേജസ് അറിയപ്പെടുന്നത്. ഈ കോട്ടേജസിൽ പൊട്ടാറ്റോ എന്ന കോട്ടേജസിലാണ് നമുക്ക് അലോട്ട് ചെയ്തത്. ഇവിടെ 2 ഫാമിലിക്ക്, അതായത് 2 കപ്പിൾസിന്, 4 പേർക്ക്, 2 കുട്ടികൾക്കും വേണമെങ്കിൽ സുഗമമായിട്ട് താമസിക്കാം. ഞങ്ങൾ 2 കപ്പിൾസാണ്. കാരണം ഇത് കയറി ചെല്ലുമ്പോൾ ഒരു ഹാളും ഒരു ബെഡ്റൂമായിട്ടാണ്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിന് പുറത്തേക്കുള്ള ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അപാരമെന്ന് പറഞ്ഞാൽ അപാരം. നമ്മളിപ്പോൾ കോട മൂടിക്കിടക്കുന്നുണ്ട്. കോട മാറിയതിന് ശേഷം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇങ്ങനെ 2 ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം, നേരത്തെ കാണിച്ചത് അതൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോയിലൂടെ താഴേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വട്ടവട ഗ്രാമം മുഴുവനും കാണാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. പ്രകൃതിയുടെ ഇത്രയും ഭംഗിക്ക് ആസ്വദിച്ച ഞാൻ ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് ആസ്വദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം അവിടെ നമുക്ക് താമസിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും അവിടെ തങ്ങില്ല. എത്ര ദിവസം തങ്ങണ്ട. അതെ, ഇപ്പോൾ കോടം മാറി. നമ്മൾ റൂമിൽ നിന്ന് ആ ബാൽക്കണിയിൽ നിന്ന് കോടം മാറിയ ദൃശ്യമാണ് കാണിച്ചത്. ഇപ്പോൾ വീണ്ടും പെട്ടെന്ന് കോടം മാറും. കാര്യം ജനുവരി മാസമാണ്, ഇതുകൊണ്ട് പെട്ടെന്ന് ക്യാമ്പ് ഫയറൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അധികം വലിയ ഒരു റെൻ്റൊന്നും അവർ ഈടാക്കുന്നില്ല. കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരതിൻ്റെ ത്രില്ലിലാണ് അവർ ആ ഡാൻസൊക്കെ ചെയ്യുന്നതാണ്. ഈ റൂമിൽ നിന്നുള്ള വ്യൂ മാത്രം മതി നമുക്ക് ആ പൈസ മുതലാകാനായിട്ട്. അവിടെ ഭക്ഷണങ്ങളെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അധികം വിലയൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ്. രാവിലെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നാണെങ്കിലും നമുക്ക് സാവകാശം തന്നവർ 2 മണി 3 മണി വരെ ഞങ്ങൾക്ക് അവിടെ സാവകാശം തന്നു. പിറ്റേ ദിവസം ഞങ്ങൾ 3 മണിക്കാണ് അവിടെ നിന്ന് പോയത്. കണ്ടോ, ഞാൻ പറയല്ലേ, ഈ അവിടുത്തെ ഈ നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള 2000 അടി താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്.
വളരെ അടിപൊളി നല്ല വ്യൂ ആണത്. കാര്യം ഒരുപാട് ഈ പച്ചക്കറിത്തോട്ടങ്ങളും അവിടുത്തെ ഗ്രാമീണ ജനങ്ങളുടെ ജീവിതവും അവരുടെ കുടിലുകളും മറ്റും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ കോട ഇങ്ങനെ മാറുമ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ മാറ്റാതെ ക്യാമറ ആയിട്ട് ഇങ്ങനെ കോട മാറാൻ വേണ്ടി നടക്കുമായിരുന്നു. കോട മാറിക്കഴിഞ്ഞാൽ അല്ലാത്ത സീസണിലൊക്കെ കോട ഉണ്ടെങ്കിലും ഇത്രയും കോട ഉണ്ടാവില്ല. ഇപ്പോൾ ജനുവരി ആയതുകൊണ്ടാണ് ഇത്രയധികം കോട വരുന്നത്. ആ കോട ഇങ്ങനെ മാറുന്നതൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമാണ്. കാര്യം ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെയുള്ളൊരു ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. കാശ്മീരിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ കാശ്മീരിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള ഈ മഞ്ഞും ഇതുമൊക്കെ ഉണ്ടെന്നുള്ളത് വളരെയധികം ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെയധികം അനുഭൂതിയാണ്. കാര്യം തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. കണ്ടോ അവിടുത്തെ ആ പച്ചക്കറിത്തോട്ടങ്ങൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന മാതിരിയുള്ള എന്ത് രസവും ഭംഗിയാണെന്നറിയാം. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ പറയുന്നത്. കണ്ടോ ഗ്രാമങ്ങളും അവരുടെ ജീവിതവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. നമ്മൾക്ക് ഈ തുക അവർക്ക് കൊടുത്താലും നഷ്ടമില്ല. കാര്യം ഒറിയൻ ഓർക്കാഡ്സ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ഞാനത് എൻ്റെ ഒരു പരിചയക്കാരൻ വഴി എന്നോട് പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. ഇപ്പോൾ കോട വന്നാൽ കണ്ട, ഇപ്പോൾ വീണ്ടും കോട വന്നതുകൊണ്ട് കാണുന്നില്ല. പിന്നെ അവിടെ നമുക്ക് കളിക്കാനുള്ള ഈ ലോണിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുണ്ട്. പിന്നെ അങ്ങനെയുള്ള കളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. ആ പുൽമൈതാനത്ത് എല്ലാ ഇതും നമുക്ക് ആസ്വദിക്കാം. നമുക്ക് പുൽമൈതാനത്തിൻ്റെ ചുറ്റും ഈ റിസോർട്ടിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം. അവിടുത്തെ ഓരോ ഗ്രാമീണ ജനതയുടെ ജീവിതവും മറ്റുമാണ്. അവിടെ താഴെയുള്ള ഫാമുകളൊക്കെയാണ് കാണുന്നത്. ഈ മരങ്ങളൊക്കെ നോക്കി എത്ര ഭംഗിയാണെന്ന് നോക്കി. വളരെയധികം മനോഹരമാണ് ഈ പറഞ്ഞ ഈ വട്ടവട ഗ്രാമം. താഴെ ഈ മുകളിൽ നിന്ന് നമുക്ക് താഴെ നോക്കിയാൽ കാണുന്നതുള്ള ഈ വട്ടവട ഗ്രാമമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ആ പുൽമേട്ട താഴെയുള്ള ദൃശ്യങ്ങളാണ്. പശുക്കൾ മേയുന്നതൊക്കെ കണ്ട അവരുടെ ഫാം, സ്ട്രോബെറി ഫാം, ഒരുപാട് ഫാമുകൾ വേറെ ഉണ്ട്. കാര്യം നമുക്കിത് മൊത്തമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനൊന്നും പറ്റിയില്ല. ഇത് നമ്മളെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ ഫാമുകളെല്ലാം നമുക്ക് മുകളിൽ നിന്ന് ആസ്വദിക്കാം. നമ്മുടെ കോട്ടേഴ്സിൻ്റെ വ്യൂ ആണ്. കണ്ട സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ഫാമുകളുണ്ട്. ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ക്യാബേജ്, അതുപോലെ തന്നെ മറ്റ് ക്യാരറ്റ്, ഇങ്ങനെയുള്ള അതൊക്കെ കാണാൻ നല്ല രസകരമായിട്ട്. അവിടുത്തെ ജീവിത രീതി എന്ന് പറയുന്നത് അവർ കൃഷിയാണ് അവർക്ക് മെയിനായിട്ട്. നമുക്ക് അവിടെ നിന്ന് ഈ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വളരെ ചുരുങ്ങിയ റേറ്റിൽ ആ ഫാമുകളിൽ പോയി നമുക്ക് പർച്ചേസ് ചെയ്യാം. അവർ തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും ഫാം വിസിറ്റ് ചെയ്യാനായിട്ടും ഇതിനൊക്കെ മറ്റുമായിട്ട്. അവർ തന്നെ നമുക്ക് വിളിച്ച്, അവർക്ക് കാശൊന്നും കൊടുക്കണ്ട. അവർക്ക് ആ ഫാമിൽ പോയാൽ നമുക്ക് അവിടെ നിന്ന് ജാമും സ്ട്രോബെറി ജാമും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യും. ഇതാ ഞാൻ വട്ടവടയിലെ മറ്റൊരു വിശേഷമാണ് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ് ഈ കിടക്കുന്നത്. ഒരു 100 മീറ്റർ റോഡിൽ നിന്ന് പഴന്തോട്ടത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പഴന്തോട്ടത്താണ് വട്ടവടയിലെ കാഴ്ചകൾ മുഴുവൻ നിൽക്കുന്നത്. കാര്യം വട്ടവട ടൗണിൽ റൂം എടുത്താലും ഈ പഴന്തോട്ടത്തിലേക്ക് 2000 അടി ഉയരത്തിലേക്ക് വന്നാലേ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ റിസോർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ജീപ്പ് സഫാരി ആവശ്യമില്ല. അതേസമയം താഴത്തെ വട്ടവട ടൗണിൽ എടുത്തു കഴിഞ്ഞാൽ ജീപ്പിൽ 2000 രൂപ എടുത്താൽ ഈ പ്രദേശങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് കാണിക്കും. ഇതിപ്പോൾ നമ്മൾ കാറിൽ തന്നെ ആ പഴന്തോട്ടത്ത് താമസിച്ചുകൊണ്ട് എല്ലാ വ്യൂ പോയിൻറ്റുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നല്ല ഇതായിട്ട് നമ്മളവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. വട്ടവട ഗ്രാമം സന്ദർശിക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതത്തിലൊരു അനുഭൂതി ലഭിക്കുന്നതാണ്. എൻ്റെ പതിവ് പോലെ പറയണേ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.